Welcome all my dear students to the St. Joseph's family. First of all, I like to thank Almighty God for giving brilliant students like you to our campus. That is, you are coming for the first time, not actually coming, that is, you are virtually coming to the St. Joseph's College, or St. Joseph campus. Because of this current situation, we are compelled to come virtually to our campus. Okay, first let me introduce myself. Me, that is Abba Job, that is class tutor of your, that is S1 BBA Finance. That is your specialization is Finance. അപ്പോൾ എൻ്റെ പേര് ആബ ജോബ് എന്നാണ്. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സ്റ്റേജിൽ കൂടി അല്ലെങ്കിൽ ഇങ്ങനെയൊരു മോഡിൽ കൂടെയാണ് നമ്മുടെ ഇൻട്രഡക്ഷൻ എങ്കിലും ഒന്നുമില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് അവർ ക്ലാസ് റൂം. But feel very free and feel very comfortable when we are watching these videos, and after that we will have an interaction session. Okay, well, that is today my duty എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is as you know that in this pandemic situation, the only way to introduce ourselves and to interact with you is only through the internet. That we can give very big thanks to the technology. അല്ലേ, ടെക്നോളജി ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണെങ്കിൽ ഇതുപോലും സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ശരിക്കും അപ്പോൾ ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾറെഡി ദാറ്റ് ഈസ് മെമ്പേഴ്സ് ഓഫ് ദി സെൻറ്റ് ജോസഫ്സ് ഫാമിലിയിലെ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ആൻഡ് that is I have to interact with you, or I have to make a familiarity to you what is our campus. Okay, in this session I am going to tell you about our campus, our faculties, different curriculum and co-curriculum activities. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് എന്നല്ല, ഐ എം ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ആണ്. നമുക്ക് ദാറ്റ് ഈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത്രയും കുറച്ച് കാര്യങ്ങളാണ്. Then first we can move to our campusലേക്ക് പോകാം. Our campus എന്ന് പറഞ്ഞെങ്കിൽ it is started in the year 2015 as a self-financing college affiliated to Calicut University and offering various degree courses such as that is BCom Finance, BCom Corporation, BBA that we have got the last year, BBA Finance Specialization and BA English. These are our degree courses, and we are also trying for masters. Okay, that is 2015, a 5-year സ്റ്റെപ്പായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കോഴ്സസ് ഉണ്ട്. ദാറ്റ് ഈസ് പിന്നെ നിങ്ങൾ പിന്നെ നമ്മുടെ ക്യാമ്പസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്തൊക്കെ ദാറ്റ് യു ഹാവ് കം അക്രോസ് ദ ക്യാമ്പസിൽ കൂടി കടന്നു വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ വിശാലമായ ബിൽഡിങ്സും അതുപോലെ നമ്മുടെ ഒരു പ്ലേ ഗ്രൗണ്ട്, ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വേറെ കോളേജുകൾക്കൊന്നും ഇല്ല എന്ന് അഹങ്കരിക്കാവുന്ന തരത്തിലുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെ നമ്മുടെ കോളേജിലുണ്ട്. ആ അറ്റ്മോസ്ഫിയർ പോലെ തന്നെയാണ് നമ്മുടെ ഓൾറെഡി ഇപ്പം മെമ്പേഴ്സ് ഓഫ് ദി സെൻറ്റ് ജോസഫ്സ് ഫാമിലി എന്ന് പറയുന്നതും അതേപോലെ നിങ്ങളുടെ സീനിയേഴ്സ് എന്ന് പറയാവുന്ന കുട്ടികൾ. ഇവിടെ സീനിയേഴ്സ് ജൂനിയർ എന്നൊന്നുമില്ല, എല്ലാവരും ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. വി ആർ ഓൾ അവർ ചിൽഡ്രൻ. ഓക്കെ, that is first I have to introduce that is our director. That is Father Jijo Titai CMI. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ദാറ്റ് ഈസ് ഹി ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ മെയിൻ മോട്ടിവേറ്റർ ഓഫ് ഓൾ അവർ ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ക്യാമ്പസ്. നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് ഞങ്ങൾ അച്ഛൻ എന്നാണ് വിളിക്കുന്നത്, അച്ഛൻ്റെ അല്ലെങ്കിൽ ഫാദർ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് അദ്ദേഹത്തിൻ്റെ മോട്ടിവേറ്ററാണ്. ഒന്നിനും അദ്ദേഹം നോ പറയാറില്ല. ഹി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് പറഞ്ഞു തരും, ആൻഡ് വി വിൽ ക്യാരി വിത്ത് അതുമായിട്ട് മുന്നോട്ട് പോകും. ആൻഡ് ഹി ഈസ് വെരി ടെക്നോളജി ഓറിയൻറ്റഡ്. ദാറ്റ് ഈസ് ഈ യൂട്യൂബ് വഴി ദാറ്റ് ഈസ് ക്ലാസ് എന്നുള്ളതും ദാറ്റ് ഈസ് ഹിസ് ഐഡിയ, ദാറ്റ് ഈസ് ഫാദറിൻ്റെ ഐഡിയ ആയിരുന്നു. നമ്മൾ വേറെ ഒരു പ്ലാറ്റ്ഫോമിലേക്കും പോകാതെ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ നിങ്ങൾക്ക് ക്ലാസ് തരുന്ന ദാറ്റ് ഈസ് ദ മെയിൻ ഐഡിയ ബിഹൈൻഡ് ദിസ് ഇസ് ഫാദറാണ് കേട്ടോ. ആൻഡ് ഹീ ഈസ് എ ട്രൂ ലീഡർ എന്ന് തന്നെ നമുക്ക് പറയാം. ഹീസ് എ ട്രൂ ലീഡറാണ് ആൻഡ് എ പ്ലീസിങ് പേഴ്സണാലിറ്റി. അച്ഛനെ നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും കാണുക. ദാറ്റ് ഈസ് വി ഫാക്കൽറ്റീസ് ദാറ്റ് ഈസ് സീനിയോറിറ്റി ജൂനിയോറിറ്റി ഒന്നും നോക്കാതെ വി ക്യാൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കും കുട്ടികൾക്കും അതെ എപ്പോൾ വേണമെങ്കിലും അച്ഛനെ ചെന്ന് കാണാം. അങ്ങനെ ഒരു ക്യാബിനിൽ അടച്ചിരുന്ന് അങ്ങനെയൊന്നും അച്ഛനില്ല. അച്ഛൻ്റെ അടുത്ത് ചെല്ലാം. അച്ഛന് സൗകര്യമുള്ള സമയമാണെങ്കിൽ ഹി വിൽ ഏത് എൻക്വയറിക്കും അല്ലെങ്കിൽ ദാറ്റ് എനി പ്രോബ്ലം ഹി വിൽ നമുക്കത് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി തരും. ഓക്കെ, then I am going to introduce our principal, that is Dr. P.T. Jose sir എന്ന് ഞങ്ങൾ വിളിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൾ. അദ്ദേഹത്തെയും നിങ്ങൾ യു ഹാവ് ഓൾറെഡി
ടോക്ക്ഡ് വിത്ത് ഡയറക്ടർ അച്ഛനായിട്ടും നിങ്ങൾ സംസാരിച്ച് കാണും. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ സാറായിട്ടും നിങ്ങൾ ഓൾറെഡി യു ഹാവ് ടോക്ക്ഡ് അറ്റ് ദ ടൈം ഓഫ് യുവർ അഡ്മിഷൻ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം അവരെക്കുറിച്ചൊരു ധാരണ കിട്ടിക്കാണും അല്ലേ. ദാറ്റ് ഈസ് ജോസ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഈസ് ഹീ ഈസ് മൈ ടീച്ചറാണ് കേട്ടോ. ദാറ്റ് ഈസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള സാറാണ്. അപ്പോൾ ദാറ്റ് ഈസ് ജോസ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മെൻറ്റർ, ഞങ്ങളുടെ മെൻറ്ററാണ്. അവർ ഇൻസ്പിറേഷൻ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളുടെയായിട്ട് അവർ മെൻറ്ററാണ്, അവർ ഇൻസ്പിറേഷൻ ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ എ ഗുഡ് ടീച്ചർ. ഹീ ഈസ് എ റിട്ടയർഡ് പ്രൊഫസർ ഫ്രം കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻറ്റ് അലോഷ്യസ് കോളേജ് എൽത്തുർ. അപ്പോൾ ആലോചിച്ച് നോക്കുക, അത്രമാത്രം ടീച്ചിങ് എക്സ്പീരിയൻസും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസുമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജോസ് സാർ എന്ന് പറയുന്നത്. അദ്ദേഹം അലൂഷ്യസ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ദാറ്റ് ഈസ് നെക്സ്റ്റ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമ്മുടെ കോളേജിൽ ശരിക്കും ആരൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവർ കോളേജ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി 2 ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അലോങ് വിത്ത് ദാറ്റ് എ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമ്മുടെ കോളേജിനകത്തുള്ളതെന്ന് പറയുന്നത്. കാരണം നമ്മളതാണ് ദാറ്റ് ഈസ് മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്ത് പോകുന്നത് കോമേഴ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു BCom ഫിനാൻസ് ഉണ്ട്, BCom കോർപ്പറേഷൻ ഉണ്ട്, BBA ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ദാറ്റ് ഈസ് പിന്നെ BA ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ഈസ് പറയുന്നത്. അപ്പോൾ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലും വി ഹാവ് ഓൾമോസ്റ്റ് 10 ഫാക്കൽറ്റീസ്, 10 ടീച്ചേഴ്സാണ് നമുക്ക് ദാറ്റ് ഇസ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമുക്കൊരു ലാംഗ്വേജ് ടീച്ചർ ദാറ്റ് ഈസ് ഹിന്ദി ഓർ മലയാളം ടീച്ചേഴ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഫസ്റ്റ് ഐ വിൽ ഇൻട്രൊഡ്യൂസ് അവർ ദാറ്റ് ഈസ് കോമേഴ്സ് ഫാക്കൽറ്റീസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഐ ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദാറ്റ് ഈസ് ഷെറീന ജോണി, that is Mrs. Sharina Johnny. She is our vice principal and it is proud to say that it is from our department, that is commerce department ൽ നിന്നാണ് ഷെറീന മിസ്. അപ്പോൾ ഷെറീന മിസ് വൈസ് പ്രിൻസിപ്പൽ ആയിട്ടാണ് നമ്മുടെ അവിടെ ഉള്ളത്. നമ്മുടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ മിസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്ക് എന്തായാലും നമുക്ക് എല്ലാ ടീച്ചേഴ്സുമായിട്ടും എന്തുണ്ടായിരിക്കും, ഒരു ഇൻട്രാക്ഷൻ വരും. നെക്സ്റ്റ് ഐ ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് രഞ്ജി സി ജോസഫ് സാറ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്ററാണ്. ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ആക്ടിവിറ്റീസിനെയും ഹി കോർഡിനേറ്റ് ഓൾ ദി ആക്ടിവിറ്റീസ്, ഡിഫറെൻറ്റ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് കോർഡിനേറ്റഡ് ബൈ രഞ്ജി സർ. ഞങ്ങൾ രഞ്ജി സർ എന്ന് വിളിക്കുന്ന ആൻഡ് ഈസ് വെരി എക്സ്പീരിയൻസ്ഡ് ടീച്ചറാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഐ ലൈക്ക് ഇൻട്രൊഡ്യൂസ് മഞ്ജു MP, ദാറ്റ് ഈസ് HOD, ദാറ്റ് ഈസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഈസ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ് മഞ്ജു MP എന്ന് പറയുന്നത്, അദ്ദേഹം ടീച്ചർ എന്ന് പറയുന്നത്. പിന്നെ വി വിൽ ഹാവ് ലിജി മിസ് എന്നുള്ളതുണ്ട്. പിന്നെ മിനിമോൾ MJ, ദാറ്റ് ഈസ് മിനിമോൾ മിസ് എന്ന് നമ്മൾ പറയും. ഞാനപ്പോൾ നമ്മൾ പറയുന്ന പേരും കൂടി ഒന്നിച്ചെടുത്ത് പറയുന്നുണ്ട്. പിന്നെ പ്രീതി NP, ജാസ്മിൻ മിസ് ഉണ്ട്, ജാസ്മിൻ EV, സുധ മിസ് ഉണ്ട്, ദാറ്റ് ഈസ് സുധ NP, സജിത KN ആൻഡ് മൈസെൽഫ്, ദാറ്റ് ഈസ് ആബാജു. ദാറ്റ് ഐ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് അല്ലേ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കംപ്രൈസസ് ഓഫ് അവർ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും ആളുകളാണുള്ളത്. വഴിയെ നിങ്ങൾക്ക് പെട്ടെന്ന് പേര് പറയുമ്പോഴൊന്നും എന്ത് കിട്ടില്ല, നിങ്ങൾക്കത് തിരിച്ച് പെട്ടെന്ന് എല്ലാവരെയും ഒന്നും പേര് ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. എനിവേ ഇറ്റ്സ് ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ദാറ്റ് ഈസ് ഐ ലൈക്ക് ടു പറയാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഫാക്കൽറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ഈസ് കോർഡിനേറ്റർ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ കോർഡിനേറ്റർ ഉണ്ടായിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഷേർലി മിസ്സാണ്. ദാറ്റ് ഈസ് ഷേർലി മാം എന്നൊക്കെ നമ്മൾ വിളിക്കും. ദാറ്റ് ഈസ് ഷീ ഈസ് റിട്ടയർഡ് പ്രൊഫസർ ഫ്രം വിമല കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പ്രൊഫസറാണ്. പിന്നെ ദാറ്റ് ഈസ് അവിടുത്തെ HOD എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നീന പ്രിയദർശിനി മിസ്. നീന മിസ്സൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ടായിരിക്കും. പിന്നെ അവിടെയുള്ളത് സണ്ണി സാർ, ഹീ ഈസ് ഓൾസോ എ റിട്ടയർഡ് പ്രൊഫസർ തന്നെയാണ് സണ്ണി സാർ. നല്ലൊരു ദാറ്റ് ഇസ് ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള എ ഗുഡ് ക്ലാസ് ഓഫ് സണ്ണി സാർ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ ദാറ്റ് ഈസ് ഒരു ട്രീസ സരിത മിസ് ഉണ്ട്, നമുക്ക് ദിവ്യ മിസ് ഉണ്ട്, അരുൺ സാറുണ്ട്, ക്ലെമൻ സാർ ഉണ്ട്. ഓക്കെ, ഇത്രയും പേരാണ് ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ ദ മലയാളം പേപ്പർ ഈസ് ഹാൻഡിൽഡ് ബൈ രഞ്ജിത്ത് സർ ആൻഡ് ദ ഹിന്ദി പേപ്പർ ഈസ് ഹാൻഡിൽഡ് ബൈ ദറ്റ് ഈസ് മിസ്സിസ് ബീന മിസ് എന്ന് നമ്മൾ പറയും കേട്ടോ. ആസ് യു ആർ ദ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ എന്താണെന്നാണ് പറയണത്, യു വിൽ ഹാവ് ടു കോണ്ടാക്ട് ഓൾ ദീസ് ടീച്ചേഴ്സ് ആസ് യു ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ് ആൻഡ് second language, that is second language that you have already opted at the time of admission സമയത്ത് you have decided, that is you have to study മലയാളം or ഹിന്ദി എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറയുന്നത്.
അതിനൊപ്പം തന്നെ ദാറ്റ് ഈസ് വി ഹാവിങ് ഞാൻ പറയുന്നു വീണ്ടും പറയുകയാണ് സെൻറ്റ് ജോസഫ് ഫാമിലി എന്ന് പറയുന്നത് വളരെ കോർഡിയൽ റിലേഷൻഷിപ്പും കോർഡിനേഷനിലും കടന്നു പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അവിടുത്തെ നമുക്ക് ഒപ്പത്തിനൊപ്പം നിന്ന് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന ഓഫീസ് സ്റ്റാഫുണ്ട്. ഓഫീസ് സ്റ്റാഫിൽ ദാറ്റ് ഈസ് മെയിൻ സൂപ്രണ്ടായിട്ട് നിൽക്കുന്നത് ദാറ്റ് ഈസ് മോഹൻ സാർ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഷൈനേജി ദാറ്റ് ഈസ് അതൊക്കെ നിങ്ങൾ കണ്ടു കാണും, ചിലപ്പോൾ പേരൊന്നും അത്ര ഓർത്തെടുത്തിട്ടുണ്ടായിരിക്കില്ല. ആൻഡ് നമുക്ക് 2 ദാറ്റ് ഈസ് ടെക്കികളായിട്ട്, അതായത് യൂട്യൂബ് ക്ലാസ്സുകളിലൊക്കെ ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ലിജോ സാറുണ്ട്, എഡ്വിൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 3 വേറെ നമ്മളെ ഹെൽപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ടിംസി, പിന്നെ സബിത എന്ന് പറഞ്ഞ് 2 പേരുണ്ട്. ടിംസിയും സബിതയുണ്ട്, പിന്നെ എന്താണ് ജോളി, ഇവരെ 3 പേരും നമുക്ക്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെൻറ്റ് ജോസഫ് ഫാമിലിയുടെ ഈ ഫാക്കൾട്ടി ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഐ ഹാവൻ മിസ്സൺ എനി വൺ. ഐ ഹാവ് ദാറ്റ് ഈസ് ഞാൻ ആരെയും മിസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ ഒരു കുടുംബത്തിലേക്ക്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിപ്പോൾ കറൻ്റിലി ആരൊക്കെ പോകുന്നുണ്ട്, ദാറ്റ് ഈസ് S5 BCom ഫിനാൻസ് ഉണ്ട് കുട്ടികളുണ്ട്, S5 BCom കോർപ്പറേഷൻ കുട്ടികളുണ്ട്, S3 BCom കോർപ്പറേഷൻ കുട്ടികളുണ്ട്, S3 BCom ഫിനാൻസ് കുട്ടികളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ S3 BBA ഉണ്ട്. അതിനൊപ്പം തന്നെ S5 ഇംഗ്ലീഷ് ക്ലാസ് പോകുന്നുണ്ട്, S3 ഇംഗ്ലീഷും ക്ലാസ് പോകുന്നുണ്ട്. ഈ ഒരു വലിയ കുടുംബത്തിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, യു ആർ ഗോയിങ് ടു ബിക്കം എ മെമ്പർ. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു ലോകത്തേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. തീർച്ചയായും കുട്ടികളെ ഞാൻ പറയുകയാണ്, ദാറ്റ് ഈസ് യു വിൽ ഫൈൻഡ് ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തന്നെ സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ദാറ്റ് ഈസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു മിങ്കിൾ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ പോലും ദാറ്റ് അത് നമുക്ക് അതിൻ്റെ ഒരു കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ദാറ്റ് ഈസ് അവിടെ വരുന്ന സമയത്ത് നമുക്ക് ആ കോളേജ് അന്തരീക്ഷം നമ്മുടെ ക്യാമ്പസ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് യു വിൽ ബി ഏബിൾ ടു എൻജോയ് ഇറ്റ്. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റായി ഞാൻ പറയാനായിട്ട്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ എന്തോ പോലെയൊന്നും തോന്നേണ്ട കാര്യങ്ങളില്ല. നമുക്ക് വഴിയെ എല്ലാവരുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഐ ലൈക്ക് ടു ഗിവ് ആൻ ദാറ്റ് ഈസ് ഔട്ട്ലൈൻ ഓഫ് അവർ കോളേജ് ക്യാമ്പസ് ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ടെൽ യു. നമുക്ക് കോളേജ് കുറച്ച് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ലൈബ്രറി. ക്ലിയർ? അപ്പോൾ നമുക്കൊരു ദാറ്റ് ഈസ് വി ആർ ഓൺ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ബിൽഡിംഗ് അവർ ലൈബ്രറിയാണ്. ദാറ്റ് ഈസ് വി ആർ ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മുടെ ലൈബ്രറിയുടെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇൻ ദ ലാസ്റ്റ് ഇയർ വി ഹാവ് പർച്ചേസ്ഡ് ലോട്ട്സ് ഓഫ് റെഫറൻസ് ബുക്സ് ദാറ്റ് ഈസ് സ്പെഷ്യലി ഫോർ ദി ദാറ്റ് ഈസ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഒരുപാട് റെഫറൻസ് ബുക്കുകൾ നമ്മൾ വാങ്ങി. ദാറ്റ് ഈസ് വി ആർ in the way of building a good library for your reference purpose ആണ്. അപ്പോൾ അത് ഐ ഹോപ്പ് ദാറ്റ് ഈസ് ആഫ്റ്റർ ദിസ് പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ് എ റിയാലിറ്റി. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാവശ്യം ക്യാമ്പസ് ഒന്നും വെക്കാതെ എങ്കിൽ നമ്മുടെ അക്കാഡമിക് ഇയർ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ടീച്ചേഴ്സിനൊന്നും അതിൽ അത്രമാത്രം നമുക്ക് വരാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മളതൊന്നും ദാറ്റായി പോയിട്ടുണ്ട്. പക്ഷേ ബുക്സ് ഉണ്ട്, ലോട്ട്സ് ഓഫ് ബുക്സ് ഒരുപാട് ബുക്സുകളുണ്ട്. ഞാനപ്പോൾ ഒന്ന് ഈ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ ഉപദേശം ഞാൻ തരാണ്. ഉപദേശം നിങ്ങളുടെ ഈ പ്രായത്തിൽ ഇഷ്ടമില്ലെങ്കിൽ പോലും I am giving you an advice. Please try to utilize this reference books. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ബുക്കും സിലബസ് ബുക്കും മാത്രമല്ല, പ്രത്യേകിച്ച് ദാറ്റ് ഈസ് BBA കോഴ്സ് അല്ലേ, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ദാറ്റ് ഈസ് വൺസ് യു ആർ ഗോയിങ് ടു ബിക്കം ഹെഡ്, ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ഒക്കെ ആവാനുള്ള അല്ലേ, അങ്ങനെ പല ഡ്രീംസുകളുമായിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ വായിച്ച് തന്നെ എന്ത് ചെയ്യണം, വളരണം അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ പ്ലീസ് ട്രൈ ടു യൂട്ടിലൈസ് ദീസ് റെഫറൻസ് ബുക്ക്. സമയം കിട്ടുമ്പോൾ പോയി അവിടുത്തെ റെഫറൻസ് ബുക്ക്, ഇത് മാത്രമല്ല മറ്റുള്ള ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ബുക്സുകളായാലും ശരി, മലയാളം ലാംഗ്വേജ് ബുക്കുകളായാലും ശരി ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് യു വിൽ ബി ഏബിൾ ടു ദാറ്റ് ഈസ് ക്യാച്ച് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, പിന്നെ നമ്മുടെ ലൈബ്രറിയെ കുറിച്ചിട്ടാണ് നമുക്ക് പറയുന്നത്. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എന്തെന്നാണ്, നമുക്ക് നല്ലൊരു ദാറ്റ് ഈസ് എന്തുണ്ട്, നല്ലൊരു എൻജോയ്മെൻറ്റ് ഫെസിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോളേജ് വന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ അച്ഛൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം അറേഞ്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു പാർക്ക് ദാറ്റ് ഈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുഞ്ഞു ഊഞ്ഞാലുകളും ഒക്കെ ചെയ്തുകൊണ്ട് നല്ലൊരു ദാറ്റ് ഈസ് നമ്മുടെ കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞ് വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, ഒരു മരത്തണലും ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഫെസിലിറ്റി തന്നെയാണ്, ദാറ്റ് ഈസ് ഫോർ യുവർ വെൽഫെയറിന് വേണ്ടി തന്നെയുള്ളൊരു ഫെസിലിറ്റിയാണ്. ആൻഡ് നെക്സ്റ്റ് ദ ഫെസിലിറ്റി ദാറ്റ് ഐ ആം ഗോയിങ് ടു ടെൽ ഈസ് ക്യാൻറ്റീൻ ഫെസിലിറ്റി. നമുക്ക് ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര വലിയ 5 സ്റ്റാർ ക്യാൻറ്റീൻ എന്നൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള
ദാറ്റ് ഈസ് ഇതാണ് സ്നാക്സോ ടീ കോഫി ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ അതിൻ്റെ ഒന്നും നമുക്ക് യൂട്ടിലൈസേഷൻ നടക്കുന്നില്ല. നോ വൺ അല്ലേ, ആർക്കും അതിൻ്റെ യൂട്ടിലൈസേഷൻ ഒന്നും നടക്കുന്നില്ലെങ്കിൽ പോലും ഒരു കാലത്ത് നിങ്ങൾ ക്യാമ്പസിൽ വരുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദർ ഇസ് എ ക്യാൻറ്റീൻ ഫെസിലിറ്റി അവിടെയുണ്ട്. പിന്നെ എന്താണ് അവിടെ നമുക്ക് ദാറ്റ് ഈസ് പിന്നെ എനിക്ക് എടുത്ത് പറയാവുന്നതെന്ന് പറയണമെങ്കിൽ പാർക്കിംഗ് ഫെസിലിറ്റി, ഒരു വെൽ പ്ലാൻഡ് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ വണ്ടികളിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കോളേജും നമ്മുടെ മാനേജ്മെൻറ്റും. താങ്ക്സ് ടു ദ മാനേജ്മെൻ്റ് ആണ്. പിന്നെ നല്ല വിശാലമായ പ്ലേ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ വരുന്നവർ, ചിലപ്പോൾ ശ്രദ്ധിക്കാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കാണും, കോളേജിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഇന്നർ കോർട്ടും ഉണ്ട്. നമുക്ക് ടെന്നീസ് കളിക്കണമെങ്കിലോ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ബാസ്ക്കറ്റ് ബോൾ കളിക്കണമെങ്കിലോ ദാറ്റ് ഈസ് നമ്മുടെ സാധാരണ കളിക്കുന്ന എന്താണ് ഷട്ടിൽ കോക്ക് കളിക്കണമെങ്കിലോ നല്ലൊരു ഇന്നർ, അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ കേട്ടോ. എല്ലാ കുട്ടികൾക്ക് അങ്ങനെയുള്ള എല്ലാ ദാറ്റ് ഈസ് എന്ത് ചെയ്യാറുണ്ട്, പ്രോത്സാഹനങ്ങളും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ഇന്നർ ഗെയിംസിന് വേണ്ടിയുള്ള ഒരു ഇന്നർ കോർട്ടും നമുക്കുണ്ടെന്നാണ് പറയണത്. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ദാറ്റ് ഈസ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് നമ്മുടെ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ വാട്ടർ കൂളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാമ്പസിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ക്യാമ്പസിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്, നിങ്ങൾ കാണുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ദാറ്റ് ഈസ് യു വിൽ നെവർ റിഗ്രറ്റ്, ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് പറയാം. 100% ഐ ക്യാൻ ഗിവ് യു ആൻ അഷുറൻസ്. ഓക്കെ, അപ്പോൾ നല്ല വാട്ടർ കൂളർ ഫെസിലിറ്റി ഉണ്ട്. അത് ഓരോ ഫ്ലോറിലും തന്നെ നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ദാറ്റ് ഈസ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും കാണാത്ത തരത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും, ഒരുവിധം മിക്ക ക്ലാസ്സുകളും ദാറ്റ് ഈസ് സ്മാർട്ട് ക്ലാസ്സുകളാണ്. ദാറ്റ് ഈസ് നമുക്ക് TV പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. PPT ക്ലാസ് എടുക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴറിയാം, നമുക്ക് നിങ്ങളുടെ ഒരു ഓപ്പൺ കോഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫിലിം ഒക്കെ കാണാനുള്ള ഫെസിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള സ്മാർട്ട് ക്ലാസ് എന്നുള്ളത് ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഫെസിലിറ്റി ദാറ്റ് ഐ ഹാവ് നോട്ടീസ്ഡ് ഇൻ ദിസ് ക്യാമ്പസ് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ട്. അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരുവിധം ക്ലാസ്സുകളിലൊക്കെ സ്മാർട്ട് TV ആണ്. അപ്പോൾ നമ്മൾ അവിടെ വരുന്നു, നമ്മൾ പ്രിപ്പയർ ചെയ്ത് ദാറ്റ് ഈസ് നമ്മൾ പെൻ ഡ്രൈവിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് യുവർ അസൈൻമെൻറ്റ്സ്, യു ക്യാൻ ഷോ യുവർ അസൈൻമെൻറ്റ്സ്, യു ക്യാൻ പ്രസൻറ്റ് യുവർ സെമിനാറുകളൊക്കെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓഫ് കോഴ്സ് ഐ തിങ്ക് ഐ ഹാവ് നോട്ട് മിസ്ഡ് എനിത്തിങ്. ഞാനൊന്നും അങ്ങനെ മിസ് ചെയ്ത് പോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ക്ലാസ് ഇതിങ്ങനെ കേട്ടു പോകുന്നവർ ദാറ്റ് ഈസ് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ ഇപ്പോൾ പരിചയമായി വരുമ്പോൾ നമുക്കിതിൽ കൂടുതൽ, അപ്പോൾ എനിക്കും ഫസ്റ്റ് ടൈം അല്ലേ, നിങ്ങൾ ആദ്യമായിട്ടാണ്, ഞാനിവിടെ ഫസ്റ്റ് അല്ല കേട്ടോ, ഞാനിവിടെ വർക്ക് ചെയ്തിരുന്ന ടീച്ചർ തന്നെയാണ്. പക്ഷേ എനിക്ക് ന്യൂ ആണ്, നിങ്ങൾക്കും ഞാൻ ന്യൂ ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിന്ന് പോകുന്നു. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് സ്പീഡാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതിലും. ദാറ്റ്സ് മൈ നേച്ചറാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാനും ചിലപ്പോൾ പറ്റുന്നുണ്ടാകില്ല. എനിവേ ഇറ്റ്സ് ഓക്കെ, യു വിൽ ഗെറ്റ് അക്കസ്റ്റംഡ്. നിങ്ങൾ അതുമായിട്ട് ചേർന്ന് പോകും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം എൻ്റെ ഇത്രയും വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ കുട്ടികൾ എടുത്ത് പറയുന്ന കാര്യമാണ്, മിസ്സേ നല്ല സ്പീഡാണ്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്കതൊരു കംപ്ലയിൻറ്റേ ആവാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോളേജിലെ ചില ക്ലബ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ കോളേജിൽ ഏറ്റവും ഭംഗിയായി, ഓഫ് കോഴ്സ് ഐ ഹാവ് വർക്ക്ഡ് ഇൻ അനദർ കോളേജസിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും കാണാത്ത ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ED ക്ലബ്ബാണ്. ദാറ്റ് ഈസ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദാറ്റ് ഈസ് സ്പെഷ്യലി ഫോർ കോമേഴ്സ് സ്റ്റുഡൻസിനാണ് ദാറ്റ് ഈസ് ആ ക്ലബ്ബ് കൊണ്ടുള്ളൊരു ഉപകാരം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ആൻഡ് ഇറ്റ് ഈസ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് മിനിമോൾ മിസ്സാണ് അതിൻ്റെ കോർഡിനേഷൻ നടക്കുന്നത്. ആൻഡ് ഭയങ്കര നല്ല, ശരിക്കും ഞാൻ നിങ്ങളുടെ വാക്കുകളെ കൂടി നല്ല സൂപ്പർ ഡ്യൂപ്പറായിട്ട് നടന്നു പോകുന്ന ഒരു ദാറ്റ് ഈസ് ക്ലബ്ബാണ് ED ക്ലബ്ബ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എസ്പെഷ്യലി ദാറ്റ് ഈസ് ED എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് എന്താ പറയുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ED ക്ലബ്ബ് എന്ന്. ദാറ്റ് ഈസ് അതിനുള്ള എല്ലാവിധ കാര്യങ്ങളും, അതായത് കൈത്തൊഴിലുകൾ. അപ്പോൾ അതിവിടെ കൃത്യമായിട്ട് അങ്ങനെയുള്ള അതിൻ്റെ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ എനിക്ക് ദാറ്റ് ഐ റിമെമ്പർ ദാറ്റ് അറ്റ് ദ ടൈം ഓഫ് ക്രിസ്മസ് സ്റ്റാർ മേക്കിംഗ്, ദാറ്റ് ഈസ് LED സ്റ്റാറുകൾ ഉണ്ടാക്കി കുട്ടികൾ അത് വിറ്റിരുന്നു, പ്രോഫിറ്റ് എടുത്തിരുന്നു. ആൻഡ് ഐ തിങ്ക് ദേ ഹാവ് സോപ്പ് നിർമ്മാണത്തിൽ, മാനുഫാക്ചറിങ് ഓഫ് സോപ്പിലുണ്ടായിരുന്നു. ഈവൻ ടീച്ചേഴ്സിനൊക്കെ ഓരോ സോപ്പ് അവർ തന്നിരുന്നു. അങ്ങനെ പല ആക്ടിവിറ്റീസിലും ഉണ്ടായിരുന്നു. മുൻവർഷങ്ങളിൽ വേറെയും കുറേ ആക്ടിവിറ്റീസ് അവർ ചെയ്തത്. അപ്പോൾ വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് ദാറ്റ് ഈസ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് ED ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് യങ് ജനറേഷനെ
എൻട്രപ്രണേഴ്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കൂടെ ചെറിയ ചെറിയ കൈത്തൊഴിലുകളും പഠിക്കാം. അപ്പോൾ ഞാനിവിടെയും നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഉപദേശം തരികയാണ്. ട്രൈ ടു ബിക്കം എ പാർട്ട് ഓഫ് ദി ഇ ഡി ക്ലബ്. ഇ ഡി ക്ലബിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള കൈത്തൊഴിലുകൾ പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. ഓഫ് കോഴ്സ് അവർ ഞാൻ കറക്റ്റ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവൻ നമ്മുടെ കോളേജിൽ ക്രിസ്മസിൻ്റെ സമയത്ത് തൂക്കിയിരുന്നത് ആ കുട്ടികൾ ഉണ്ടാക്കിയ. ഈവൻ യു ക്യാൻ ആസ്ക് യുവർ സീനിയേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ വേറെ ആരെങ്കിലുമൊക്കെ ഇവിടെ പഠിക്കുന്നവരുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദം. ഒരു നോ നെഗറ്റീവ് ആൻസർ വിൽ യു ഗെറ്റ് അബൌട്ട് ദി ഇ ഡി ക്ലബ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പോസിറ്റീവ് വൈബ് തരുന്ന നല്ലൊരു ക്ലബ്ബാണ് ഇ ഡി ക്ലബ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈസ് ഐ ഹാവ് ടു ടെൽ അബൌട്ട് ദ ലിറ്റററി ക്ലബ്. that is headed by that is Mrs. Teresa Sarita Varghese. ട്രീസ മിസ്സാണ് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്. വളരെ ആക്റ്റീവായിട്ട് കുട്ടികളുടെ ഒപ്പത്തിനൊപ്പം നടന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള മിസ്സാണ് ട്രീസ മിസ് എന്ന് പറയുന്നത്. ട്രീസ മിസ്സിൻ്റെ നേതൃത്വത്തിലാണ് ലിറ്റററി ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ദാറ്റ് ഈസ് വി ഹാവ് കണ്ടക്റ്റഡ് ആൻ ഇൻ്റർ കോളേജിയേറ്റ് ഫെസ്റ്റ്. ലാസ്റ്റ് ഇയറിൽ നമ്മളൊരു ഇൻ്റർ കോളേജിയേറ്റ് ഫെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നു. അത് വളരെ സക്സസ് ആയിട്ട് ഫസ്റ്റ് ദാറ്റ് ഈസ് അവർ ഇനീഷ്യൽ സ്റ്റെപ്പായിരുന്നു. അത് ദാറ്റ് ഈസ് കമ്പയർഡ് ടു ദാറ്റ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഇനീഷ്യൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് വാസ് എ ഗുഡ് എഫേർട്ട് ആൻഡ് ഇറ്റ് ഈസ് വെരി സക്സസ്ഫുൾ വൺ. ഒരുപാട് കോളേജസിൽ നിന്ന് ഒരുപാട് കോമ്പറ്റീഷൻസ് നമ്മളതിൽ നടത്തി. ഫേസ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എന്താണ് പല ഇപ്പോൾ ഐ കാണ്ട് റിമെമ്പർ ദാറ്റ് ഈസ് ഫേസ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പിന്നെന്താണ് ദാറ്റ് ഈസ് സ്പോർട്ട് ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കോമ്പറ്റീഷനും ഒരുപാട് പാർട്ടിസിപ്പൻസുകളും അവിടുന്ന് ദാറ്റ്സ് മറ്റുള്ള കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ആസ് എ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് ദ ലിറ്റററി ക്ലബ് ഇറ്റ് വാസ് എ വെരി സക്സസ്ഫുൾ വൺ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് ക്ലബ്ബുകളൊക്കെ പറയുമ്പോൾ ഈ ക്ലബ്ബുകൾ എങ്ങനെയുണ്ടാകുന്നത്? നോ ക്ലബ് വിൽ ബി ആക്റ്റീവ് അതർവൈസ് യു വിൽ ബി എ മെമ്പർ ആൻഡ് ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ ആ ക്ലബ്ബിൽ ചേരാതെ നിങ്ങളതിൻ്റെ ഭാഗമാവാതെ ഒരു ക്ലബ്ബും എന്ത് ചെയ്യില്ല, ആക്റ്റീവ് ആവില്ല. അപ്പോൾ ഇത് ഇപ്പോൾ വരെയുള്ള നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവാണ്. ഈ ക്ലബ്ബുകളൊക്കെ വളരെ ആക്റ്റീവായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. വയസ്സായി നിങ്ങൾ വരുമ്പോഴും നിങ്ങൾ ആ വൈബിൽ വരും ഓട്ടോമാറ്റിക്കലി. അത് നിങ്ങൾ ആ വൈബിലേക്ക് നിങ്ങൾ വന്ന് ഓട്ടോമാറ്റിക്കലി തന്നെ യു വിൽ ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്. അതാവും ആ കാര്യത്തിൽ ദാറ്റ് ഐ എം ഷുവർ ആണ്. അപ്പോൾ ആ കാര്യങ്ങളാണ്. അപ്പോൾ ലിറ്റററി ക്ലബ്ബാണുള്ളത്. പിന്നെ ദാറ്റ് ഈസ് പ്രൗഡ്ലി വി ക്യാൻ സേ ദാറ്റ് സെൻറ്റ് ജോസഫ്സ് കോളേജ് ഹാസ് എ മ്യൂസിക് ബാൻഡ്. നമുക്കൊരു നമ്മുടേതായിട്ടുള്ളൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. ദാറ്റ് ഈസ് അപ്പോൾ അങ്ങനെ ദാറ്റ് ഈസ് അതുമായി ബന്ധപ്പെട്ട് കഴിവുകളുള്ളവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു കറക്റ്റ് പ്ലാറ്റ്ഫോം എന്ന് തന്നെ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് പറയാം സെൻറ്റ് ജോസഫ്സ് മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു നമ്മുടെ കോളേജ് അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളെ തീർച്ചയായും എന്ത് ചെയ്യണതാണ്, പ്രോത്സാഹിപ്പിക്കുന്ന നല്ലൊരു അന്തരീക്ഷമാണ് നമ്മുടെ കോളേജിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഇത് ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ലേ മിസ്സ്, ഒന്നുമല്ല. കറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ വൺസ് യു ബിക്കം എ പാർട്ട് ഓഫ് ദ ഫാമിലി യു വിൽ എന്താണ് യു ക്യാൻ സീ ഇറ്റ്, യു ക്യാൻ ടച്ച് ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ നിങ്ങൾക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്കൊരു നല്ലൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ അവിടെ കൊടുക്കുന്ന ചില ഉള്ള ക്ലബ്ബുകൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഈക്വലി ദാറ്റ് വി ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു കരിക്കുലം ആൻഡ് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ്. രണ്ട് ആക്ടിവിറ്റീസിനും ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കരിക്കുലത്തിനായാലും ശരി കോ കരിക്കുലർ ആക്ടിവിറ്റീസിനായാലും ശരി. അപ്പോൾ ഞാൻ കരിക്കുലത്തിലെ കുറച്ച് കാര്യങ്ങൾ ഇനി പറയാം. കരിക്കുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ പഠിക്കേണ്ട കാര്യങ്ങൾ വിഷയമായി. അപ്പോൾ ഞാൻ കോളേജ് എന്താണെന്നും കോളേജിൽ തരുന്ന കുറച്ച് ഫെസിലിറ്റീസുകളെക്കുറിച്ചും പറഞ്ഞു, കോളേജിലുള്ള ചില ക്ലബ്ബുകളെക്കുറിച്ച് പറഞ്ഞു. ദെൻ ഐ എം നെക്സ്റ്റ് മൂവിങ് ടു ദി കരിക്കുലം ദാറ്റ് ഈസ് യുവർ സിലബസ്, ദാറ്റ് ഈസ് യുവർ പാഠ്യ വിഷയം എന്നാണ് നമ്മൾ അതിന് മലയാളത്തിൽ പറയാം. അതുമായി ബന്ധപ്പെട്ട് പറയാം. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എക്സാമിനേഷനിലേക്കൊക്കെ നമുക്ക് വേറെ വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ഇവിടെ കോളേജിൽ നമ്മൾ കരിക്കുലം, അതായത് കുറച്ചൊക്കെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ, എല്ലാവരും ഒരേപോലെയൊന്നുമല്ല. ഐ എം ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചില വിഷയങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടാതെ, അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കോളേജിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ദാറ്റ് ഈസ് ഫോർ ഇംപ്രൂവിങ് ദെയർ കരിക്കുലം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് മെൻറ്റർ മെൻറ്റി സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ടെന്നല്ല കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആക്റ്റീവാണ് അത്. ദാറ്റ് ഈസ് ഇപ്പോൾ കോളേജ് തുറക്കാത്തതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുള്ളതെന്നുള്ളൂ. അതായത് നമ്മൾ എല്ലാ കുട്ടികളെയും ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്ത് ഓരോ ടീച്ചറെയും മെൻറ്ററാക്കി വെക്കും. ക്ലിയർ? അപ്പോൾ മെൻറ്റർ ദാറ്റ് ഈസ് ഒരു ടീച്ചറുടെ കീഴിലായിരിക്കും ഇത്ര ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അവരുടെ എല്ലാവിധ ദാറ്റ് ഈസ് ഈവൻ ദെയർ പേഴ്സണൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ക്ലാസ് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, ദാറ്റ് വി വിൽ ഹിയർ ഇറ്റ്, വി വിൽ സോൾവ് ഇറ്റ് ആൻഡ് ഗിവ് ദം ഗുഡ് അഡ്വൈസ്.
ഓക്കെ, നമ്മുടെ കയ്യിൽ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എന്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ആ ഒരു തരത്തിലുള്ള സപ്പോർട്ടും. അപ്പോൾ ചില സബ്ജക്ട്സിൽ മാത്രമാണ് ചിലപ്പോൾ ചില കുട്ടികൾ വീക്കായിരിക്കുള്ളൂ. പ്രോബ്ലം ചിലപ്പോൾ നന്നായി ചെയ്യുന്ന കുട്ടിക്ക് തിയറി പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. വൈസ് വേഴ്സയും വരാം അല്ലേ, പ്രോബ്ലം തീരെ വഴങ്ങാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്, ഹൗ ടു പാസ് ദെയർ എക്സാമിനേഷൻ, ദാറ്റ് ഈസ് ബൈ സ്കോറിങ് ദ മാക്സിമം മാർക്ക് എന്ന രീതിയിൽ നമ്മളൊരു മെൻറ്റർ മെൻറ്റി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കോളേജ് എടുത്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. ഇറ്റ് ഈസ് ആക്റ്റീവ് ആണ്. കഴിഞ്ഞ കൊല്ലമാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ദാറ്റ് ഈസ് 10% റിസൾട്ട്. അതാണ് നമ്മുടെ കോളേജ്, നമ്മുടെ മാനേജ്മെൻറ്റും നമ്മുടെ കോളേജും നമ്മളും ഒക്കെ ആഗ്രഹിക്കുന്നത്. കുട്ടികൾ വെറുതെ ഡിഗ്രി പഠിക്കാനായിട്ട് 3 കൊല്ലം കളയരുത്. അപ്പോൾ ഞാൻ ഒരു ഫെസിലിറ്റി, അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിലേക്ക് പിന്നെ വരാം. അപ്പോൾ ഞാൻ പറയുന്ന ഒരു നമ്മുടെ കരിക്കുലം ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മെൻറ്റർ മെൻറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ നമുക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അത് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി യൂണിയൻ മെമ്പേഴ്സാണ്. യൂണിയൻ മെമ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഈവൻ വി ഡോണ്ട് നോ വെദർ ഇലക്ഷൻ വിൽ ബി നടക്കുമോ നടക്കില്ലെന്നൊന്നും നമ്മൾക്ക് അറിയില്ല. കാരണം ഇന്നത്തെ സിറ്റുവേഷനിലാണ് അല്ലേ, നമുക്ക് നത്തിങ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മുടെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് പോകുന്ന ഒരു ഇലക്ഷൻ പ്രൊസീജിയർ നമ്മുടെ കോളേജിലുണ്ട്. അതനുസരിച്ച് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ തിരഞ്ഞെടുത്ത് നടക്കുന്ന, അതായത് നമ്മൾക്ക് അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ അവിടെ ക്യാമ്പസ് ടൈപ്പ് ഉള്ള ഇലക്ഷനാണ്, പഴയ പോലത്തെ ഇലക്ഷനല്ല നടക്കുന്നത്. അപ്പം പാർലമെൻ്ററി മോഡ് ഓഫ് ഇലക്ഷനാണ് നമ്മളവിടെ നടക്കാറ്. 5 ക്ലാസ് റെപ്രസെൻറ്റേറ്റീവിനെയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് യൂണിയൻ മെമ്പേഴ്സ് തീർച്ചയായും ഉണ്ടാവാറുണ്ട്. എല്ലാ മെമ്പേഴ്സും ഈക്വലി ദേ ആർ കോർഡിനേറ്റിംഗ് വിത്ത് ഓൾ ദി ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സുമായിട്ട്. ദാറ്റ് ഈസ് അപ്പോൾ നമ്മുടെ യൂണിയൻ മെമ്പറിൻ്റെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചർ എന്ന് പറയുന്നത് ഷെറീന മിസ്സാണ്. നമ്മൾ പറഞ്ഞില്ലേ ആദ്യം വൈസ് പ്രിൻസിപ്പളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞേ ഉള്ളൂ. നമ്മളെല്ലാം ഒന്നാണ്, ഇംഗ്ലീഷെന്നോ അങ്ങനെ നമ്മൾ വേർതിരിക്കാറില്ല. ദാറ്റ് ഈസ് ടു റെക്കഗ്നൈസ്, നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ഈസ് കോമേഴ്സ് എന്നുള്ളത്, കാരണം തുടക്കത്തിൽ നിങ്ങൾക്കത് പെട്ടെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഷെറീന മിസ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ യൂണിയൻ മെമ്പേഴ്സിൻ്റെ ഇത് നടക്കാറ്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം നമ്മുടെ കോളേജിൻ്റെ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു അക്കാഡമിക് ഇയർ കടന്നു പോകുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഫസ്റ്റ് ഇയർ അക്കാഡമിക് ശരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക് ഇയർ ജൂണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഇക്കൊല്ലം നമുക്കതൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും യൂണിയൻ നിങ്ങൾ വരുന്ന സമയത്ത് ആകുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരിക്കും, യൂണിയൻ മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നടക്കുക എന്ന് പറയുന്നത് കോളേജിൽ യൂണിയൻ ഇലക്ഷനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ് പറയുന്നു, അതനുസരിച്ച് യൂണിയൻ ഇലക്ഷൻ നടക്കുന്നു. അതിനുശേഷം യൂണിയൻ ഇനോഗ്രേഷൻ നടക്കും. ക്ലിയർ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എത്തിയതിന് ശേഷമായിരിക്കാം നടക്കാറുണ്ട്, അതായത് ആസ് യൂഷ്വൽ അക്കാഡമിക് ഇയർ ആയിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ആക്ച്വലി അവർ ക്യാമ്പസ് വിൽ കണ്ടക്ട് വിദ്യാരംഭം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. വളരെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് ദ ഡിസിഷൻ ഓഫ് ദ ഗോഡ് ആണ്. നമുക്ക് ഇക്കൊല്ലം നമുക്കതൊന്നും സാധിച്ചില്ല. എത്രയും വേഗം കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആദ്യം നമ്മുടെ കോളേജിലെ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണത് വിത്ത് ദ യൂണിയൻ ഇലക്ഷനാണ്. ദെൻ യൂണിയൻ ഇനോഗ്രേഷൻ നടക്കുന്നു. പിന്നെ ഈ യൂണിയൻ്റെ നേതൃത്വത്തിലാണ് മറ്റുള്ള പരിപാടികളെല്ലാം. കാരണം നിങ്ങൾക്കിപ്പോൾ അത് അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ ആദ്യമായിട്ട് ക്യാമ്പസിലേക്ക് വരുന്നതല്ലേ. കോളേജിൽ എപ്പോഴും അങ്ങനെയാണ്. പിന്നെ ആ തിരഞ്ഞെടുത്ത യൂണിയൻ്റെ ചെയർപേഴ്സൺ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ, നിങ്ങൾക്കത് അനുഭവം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവർ മാത്രമല്ല കേട്ടോ, ടുഗദർ വിത്ത് ദ ടീച്ചേഴ്സ്, ടുഗദർ വിത്ത് അതർ സ്റ്റുഡൻസ്, എല്ലാവരും കൂടി ദാറ്റ് ഈസ് ഒത്തൊരുമതയോടുകൂടി തന്നെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നു. അങ്ങനെ നടക്കുന്ന ദാറ്റ് ഈസ് എന്താണ് ആർട്സ് ഡേ. ആദ്യം നടക്കുന്നത് ആർട്സ് ഡേ കുറിച്ചിട്ടൊന്നും നോ വേർഡ്സ് ടു സേ, നമുക്കൊന്നും പറയാനില്ല. കാരണം നമുക്ക് ടീച്ചേഴ്സിനൊന്നും അത്ര വലിയ ബേർഡനേ അല്ല അതൊന്നും. നമ്മുടെ യൂണിയൻ മെമ്പേഴ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, നമ്മൾ അവരിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നു. അത്രയും സഹകരണം. അപ്പോൾ ഈ സഹകരണം എന്ന് ഞാൻ പറയുന്നത് വരുന്ന നിങ്ങളിൽ നിന്നും വി ആർ എക്സ്പെക്റ്റിംഗ്, ഐ ആം എക്സ്പെക്റ്റിംഗ് എന്നല്ല ഞാൻ പറയുന്നത്, വി ആർ എക്സ്പെക്റ്റിംഗ് ആസ് എ ക്ലാസ് ട്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് ദാറ്റ് വി ഓൾ ആർ, ഞാനപ്പോൾ മൈ ക്ലാസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, വി ആർ ഓൾ എക്സ്പെക്റ്റിംഗ് സച്ച് കോപ്പറേഷൻ ഫ്രം യു ഓൾസോ. ഓക്കെ. അപ്പോൾ അങ്ങനെ ആർട്സ് ഡേ നടക്കാറുണ്ട്. അതിന് നിങ്ങളുടെ ഭാഷ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പോർട്സ് ഡേ നടക്കാറുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അരുൺ സാറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അരുൺ സാറിൻ്റെ മാത്രമൊന്നുമല്ല, എല്ലാ സാറുമാരും എല്ലാ ടീച്ചേഴ്സും എല്ലാ യൂണിയൻ മെമ്പേഴ്സും എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഒരു കോർഡിനേഷനിൽ തന്നെയാണ് നടക്കാറ്. സ്പോർട്സ് ഡേ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട്. പിന്നെ
മെയിനായിട്ട് നമ്മുടെ കോളേജ്, ഞാൻ മെയിനായിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് കോളേജ് ഡേ ആണ്. ദാറ്റ് ഈസ് കോളേജ് അല്ലേ, എല്ലാ കോളേജിനും ഒരു കോളേജ് ഡേ ഉണ്ടായിരിക്കും. കോളേജ് ഡേ ഭംഗിയായിട്ട് തന്നെ നടത്താറുണ്ട്. ദാറ്റ് ഈസ് ഫുൾ സപ്പോർട്ട് ഫ്രം ഓൾ ദ കോളേജ് എൻറ്റയർ, നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ആയാലും ശരി, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, യൂണിയൻ മെമ്പേഴ്സ്, ദാറ്റ് ഈസ് അതർ സ്റ്റുഡൻസ് എല്ലാവരും ഇതോടുകൂടി കോളേജ് ഡേ ഒക്കെ നടക്കാറുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദസ്, ഇതൊക്കെ നമ്മൾ പറയുന്ന മെയിൻ ആയിട്ടുള്ള ചില പ്രോഗ്രാംസുകളാണെങ്കിൽ പോലും, ദാറ്റ് ഈസ് ഇൻ അഡീഷൻ ടു ദിസ് അതർ, ദാറ്റ് ഈസ് നമുക്കിപ്പോൾ റംസാൻ കാലമാണെങ്കിൽ റംസാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദിസ് ഇയർ നമ്മൾ നടത്തി മെഹന്തി കോമ്പറ്റീഷൻ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തി. ദാറ്റ് ഈസ് ഓൺലൈനായിട്ട് തന്നെ നമ്മൾ നടത്തി. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു വാച്ച്. നമ്മൾ ഓണം സെലിബ്രേഷൻ നടത്തി, ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഓൺലൈനിൽ കൂടി ഭംഗിയായിട്ടുള്ള ഒരു സെലിബ്രേഷൻ നടത്തി. ഈവൻ അവർ ടീച്ചേഴ്സ് പ്രോഗ്രാം വരേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ. ഇനി അൺയൂഷ്വൽ സിറ്റുവേഷൻസുകളൊന്നുമില്ല എങ്കിൽ നമ്മൾ ഈ വക എല്ലാവിധ ആഘോഷങ്ങളും നടത്താറുണ്ട്. നമ്മൾ സെമിനാർസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. മറ്റുള്ള കോളേജുകളിലേക്ക് കുട്ടികൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള കോളേജുകളിൽ സെമിനാർ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ നമ്മൾ കറക്റ്റ് ദാറ്റ് ഈസ് പ്രോപ്പർ വേയിൽ അവർക്ക് അനുവാദം കൊടുത്തുകൊണ്ട് അങ്ങനത്തെ, അപ്പോൾ അവർ നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് ദാറ്റ് ഈസ് എതിരായി ബാധിക്കുന്ന ഒരു കാര്യവും നമ്മുടെ കോളേജ് ചെയ്യാറില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്വിസ് പ്രോഗ്രാമിന് പോകണോ, ഏതെങ്കിലും കോളേജിൽ നടത്തുന്നത്, അവിടുത്തെ ഏതെങ്കിലും സെമിനാർസിന് പോകണോ, ഏതെങ്കിലും പ്രസൻറ്റേഷൻ നടത്താൻ പോകുന്നോ, ദാറ്റ് യു വിൽ ഗെറ്റ് ഫുൾ കോർഡിനേഷൻ ഫ്രം ദ കോളേജ്. മനസ്സിലാക്കുക, ഫ്രം ദ മാനേജ്മെൻറ്റ്. അതാണ് നമ്മൾ പറയേണ്ടത്. മാനേജ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഫുൾ കോർഡിനേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ദാറ്റ് ഈസ് വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് പ്രോഗ്രാം എന്ന് നമ്മുടെ പറയുന്നത് ഒരു അക്കാഡമിക്കില്ല, ദാറ്റ് ഈസ് കോൺവെക്കേഷൻ പ്രോഗ്രാം. ഐ ഡോണ്ട് നോ വെദർ യു ഹേർഡ് അബൌട്ട് ഇറ്റ് ഓർ നോട്ട്. കോൺവെക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളിപ്പോൾ BBA ഒക്കെ കഴിഞ്ഞ് പോവില്ലേ, BBA കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ് നിങ്ങളുടെ ഡിഗ്രി ഒക്കെ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒരു ഡേ ഉണ്ടാവും. ദാറ്റ് ഈസ് നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഒരു ഡേ. അത് നമ്മൾ അതാത് കോളേജസിന് ഇഷ്ടമുണ്ടെങ്കിൽ നടത്താം, ഇല്ലെങ്കിൽ വേണ്ടാന്നാണ്. നമ്മുടെ കോളേജിൽ നടത്താറുണ്ട് കോൺവെക്കേഷൻ പ്രോഗ്രാം. അത് ഞങ്ങളുടെയൊക്കെ ഒരു അഭിമാനമാണ്. ഇത്രയും കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ച് ഡിഗ്രി ഹോൾഡേഴ്സായിട്ട് ഞങ്ങൾ പുറത്തേക്ക് വിടുന്നു എന്നുള്ളത് ഇസ് എ പ്രസ്റ്റീജിയസ് ഓർ എ പ്രൈഡ് മൊമെൻറ്റ് ഫോർ ദ ടീച്ചേഴ്സാണ്. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്ന എല്ലാ കുട്ടികളും അങ്ങനെ അന്നത്തെ ദിവസം വന്ന് ഈ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി പോകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആ സീരിയസ്നെസ്സോട് കൂടി പഠനത്തെ എടുത്താൽ മാത്രമാണ് നമുക്കത് സാധിക്കുള്ളൂ. അപ്പോൾ കുറച്ച് പേര് ഡിഗ്രി വാങ്ങി പോകുന്നു, കുറച്ച് പേര് ഡിഗ്രി വാങ്ങാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ചില പേര് പരാജയപ്പെടുന്നു, ബാക്ക് പേപ്പേഴ്സ് അവർക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ദാറ്റ് ഈസ് എന്താണ് സാഡ് മൊമെൻറ്റ് ഫോർ എ ടീച്ചർ. ടീച്ചറെ സംബന്ധിച്ചത് ഈവൻ ദ ടീച്ചർ നിങ്ങളെ ഫസ്റ്റ് ഇയറിലേ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ, ലാസ്റ്റ് ഇയറിൽ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും ആ ടീച്ചറെ സംബന്ധിച്ച് അത് ഏറ്റവും ദുഃഖകരമായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും വരരുത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചേരുന്ന എത്രയോ 30 എത്രയോ പേര് വരുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ദാറ്റ് ഈസ് ദേ ഹാവ് ടു ബി ഇൻ ദി കോൺവെക്കേഷൻ പ്രോഗ്രാം ഉണ്ടാവണം എല്ലാവരും. ദാറ്റ് ഈസ് പ്രൗഡ്ലി ഐ വിൽ ബി, ഞാൻ നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കോൺവെക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ കയ്യിലും മുട്ടുന്ന രീതിയിലേക്കുള്ളൊരു ഇത് നമുക്കുണ്ടാകണം കേട്ടോ. അപ്പോൾ കോൺവെക്കേഷൻ പ്രോഗ്രാം നമ്മൾ നടത്താറുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ കോളേജിൽ നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്താറുണ്ട്. ദാറ്റ് ഈസ് അത് വിത്ത് ദ കോർഡിനേഷൻ ഓഫ് യൂണിയനായിട്ട് നടത്താറുണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ. അപ്പോൾ അത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ ദേ ക്യാൻ, അവർക്ക് അതിലേക്ക് പോകാം. ഈവൻ ഇവിടുന്ന് കുട്ടികൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ IMA ഒക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ തയ്യാറുള്ള കുട്ടികളെ വീട്ടുകാരുടെ അനുമതിയോടുകൂടി, അല്ലാതെ ഒരിക്കലുമില്ല, വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി പാരൻസ് കോളേജ്. അപ്പോൾ ഒരു പറഞ്ഞില്ലേ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റിക്ക് വേണ്ടിയും കോളേജ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും കുട്ടികളെ വിടാറുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് പറയാവുന്നത് ദാറ്റ് ഈസ് ഇൻ കോർഡിനേഷൻ വിത്ത് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻ കോർഡിനേഷൻ വിത്ത് ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ആക്ടിവിറ്റീസ് ഓർ വേരിയസ് സെമിനാർസ് ആർ കണ്ടക്റ്റഡ്. നമ്മൾ നടത്താറുണ്ട് കേട്ടോ. അതായത് കുട്ടികൾക്ക്, അതായത് ആൻറ്റി റാഗിങ്ങിനെ കുറിച്ചിട്ടും, പിന്നെ അവരുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഈവൻ ഗേൾസ് സ്റ്റുഡൻസിനായാലും ശരി ബോയ്സിനായാലും ശരി, അവരുടെ ദാറ്റ് ഈസ് വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില ഇത് പ്രോഗ്രാമുകൾ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നടത്താറുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ദാറ്റ് ഈസ് നമുക്ക് ആൻറ്റി ഡ്രഗിനെ കുറിച്ചിട്ടും ആൻറ്റി റാഗിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ക്ലാസ് എടുത്ത് തരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ എന്ത് നടക്കാറുണ്ട്, ദാറ്റ് ഈസ് ഇൻ അവർ കോളേജിൽ നമ്മൾ നടന്നു പോകാറുണ്ട്. അപ്പോൾ ഇവിടെയും എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ചെറിയ റിക്വസ്റ്റ് തന്നെയാണ് നടത്തുന്നത്. ദാറ്റ് ഈസ് എന്താണ്, ഐ ലൈക്ക് ടു റിക്വസ്റ്റ് യു ഓൾ ടു ബി ദാറ്റ് ഈസ് ടു മേക്ക് എന്താണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ ഫെസിലിറ്റീസ്. ഈ പറയുന്ന എല്ലാത്തിലും നിങ്ങൾ ഈ ഒരു 3 കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ എന്നും ക്ലാസ്സിലേക്ക് വന്നു പോയി എന്ന് പറയാതെ ഐ ആം എ മെമ്പർ, അല്ലെങ്കിൽ ഐ ഹാവ് ഡൺ ദിസ് ആൻഡ് ദാറ്റ് എന്ന രീതിയിലേക്ക്, ദാറ്റ് ഈസ് ഇൻ എ പോസിറ്റീവ് സെൻസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത്, ഇവിടെ ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് ഇവിടെ ബോയ്സ് ഗേൾസ് എന്നുള്ള ഡിഫറൻസ് അല്ല, എല്ലാവർക്കും ദാറ്റ് ഈസ് ഇഫ് ദേ ആർ വില്ലിങ് ടു ഗിവ് ബ്ലഡ്, ഇഫ് ദേ ആർ, ഒരിക്കലും നമ്മൾ അവരെ എന്ത് ചെയ്യാറില്ല, ഡിമോട്ടിവേറ്റ് ചെയ്യാറില്ല.
നമ്മൾ പറ്റുന്ന രീതിയിൽ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് തന്നെ വിടാറുണ്ട്. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ എല്ലാവരും ദാറ്റ് ഈസ് പ്ലീസ് എൻഷുർ ടു ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആർ കമ്മിങ് ഇൻ യുവർ വേ. നിങ്ങളുടെ വഴികളിൽ നിങ്ങൾ ഈ 3 കൊല്ലത്തെ ജേർണി പൂർത്തിയാക്കുമ്പോഴേക്കും നിങ്ങളുടെ മുന്നിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും എന്ത് ചെയ്യണം? ദാറ്റ് യു ഹാവ് ടു ഗ്രാബ് ഇറ്റ് എന്നാണ് നമ്മൾ പറയുക. അതായത് എന്ത് ചെയ്തിരിക്കണം? നമ്മളത് പിടിച്ചെടുത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് പ്രോപ്പർ ഗൈഡൻസ് ഫ്രം ഓൾ ദ ടീച്ചേഴ്സ്. ഇപ്പോൾ ക്ലാസ് ട്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ മാത്രമൊന്നുമല്ല, എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ക്ലാസ് ട്യൂട്ടർ അങ്ങനെയില്ല. നമുക്ക് ഒരു ചാർജ് തന്നിരിക്കുന്നു എന്ന് മാത്രം ഐ ആം റെസ്പോൺസിബിൾ എന്നുള്ളതല്ലാതെ നമുക്ക് ഏതൊരു ടീച്ചറുടെ സഹായവും നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്കപ്പോൾ നമ്മുടെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ നമുക്ക് എന്തിലേക്ക് വരാം? നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാം. കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സാണ് ദാറ്റ് ഈസ് BBA, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് യു ഹാവ് ടേക്കൺ ആസ് പെർ യുവർ വിഷ് അനുസരിച്ച് തന്നെ ആയിരിക്കും. കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി കൃത്യമായൊരു ഗോൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ BBAയിലേക്ക് വരിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ അല്ലാതെ ചിലവർ ഇഷ്ടപ്പെടാതെ വരുന്ന കുട്ടികളുണ്ടാകാം. ചിലപ്പോൾ വീട്ടുകാർ നിർബന്ധിക്കും എന്നുള്ളതല്ല, നമുക്ക് ഈ ഒരു പ്രായത്തിൽ ചിലപ്പോൾ നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയില്ല. ദാറ്റ് യു ആർ എ BBA സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത് ഈ സബ്ജക്റ്റുകളെ നിങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് പതുക്കെ എന്ത് ചെയ്യണം? ദാറ്റ് യു മസ്റ്റ് ട്രൈ ചെയ്ത് നമ്മൾ അതിലേക്ക് വരണം. അപ്പോൾ നമ്മൾ എന്തായാലും ചേർന്ന് പോയി അല്ലേ? ചേരുകയാണ്, നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ പതുക്കെ നമുക്ക് ഇഷ്ടമാവും. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഓഫ് കോഴ്സ് യു ലൈക്ക് ദിസ് കോഴ്സ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു വേണ്ട. BBA കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒരു ഡിഗ്രി കോഴ്സാണ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ടു യുവർ മാസ്റ്റേഴ്സ് അല്ലേ? അപ്പോൾ അത് ഉറപ്പാണ്. BBAക്ക് ഇവിടെ ചേരുന്ന എല്ലാ കുട്ടികളും BBA നിർത്തി BBA പഠിച്ച് പഠനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല ഒരു കാരണവശാലും. ദേ ആർ ഗോയിങ് ഫോർ എ ഹയർ സ്റ്റഡി അല്ലേ? എല്ലാ കുട്ടികളും അതേ കേട്ടോ. ഇപ്പം അങ്ങനെ BBA എന്നുള്ളതല്ല, BCom എടുക്കുന്ന കുട്ടികളായാലും ശരി, വേറെ ഏത് ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന കുട്ടികളായാലും ശരി, ദാറ്റ് ഈസ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ദാറ്റ് ഈസ് അവരുടെ ഒരു സ്വപ്നം തന്നെയാണ് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് എന്താണ്? ഇത് കണക്കാക്കണം. ദാറ്റ് ഈസ് ടു ബി കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് യുവർ ഫോർ മാസ്റ്റേഴ്സ് ദാറ്റ് ഈസ് MBA. അപ്പോൾ നിങ്ങൾ ഞാൻ പറയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകാമെന്ന രീതിയിൽ BBAയിലേക്ക് ഒരിക്കലും കുട്ടികളെ വരരുത്. ദാറ്റ് ഇഫ് യു ഡു നോട്ട് ഗെറ്റ് എ ഹൈ സ്കോർ ഇൻ BBA യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ എനി മാസ്റ്റേഴ്സ് കോളേജ്. ഒരു മാസ്റ്റർ കോഴ്സിനും അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രിക്കോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് പാസ് എന്നുള്ളത് ആദ്യം തന്നെ അങ്ങനെ വല്ല മനസ്സിലുള്ളവർ അതൊന്നും എറിഞ്ഞു കളഞ്ഞേ, ഇപ്പം തന്നെ എടുത്തത് എറിഞ്ഞു കളഞ്ഞേ, വേണ്ട. നമ്മൾ പഠിക്കാൻ വന്നിരിക്കുന്നു. വി വിൽ ഗെറ്റ് എ ഹൈ സ്കോർ ആൻഡ് വിൽ പാസ് ഔട്ട് വിത്ത് എ ഹൈ മാർക്ക് ഫ്രം ദ സെൻറ്റ് ജോസഫ് കോളേജ് എന്നുള്ളത് മനസ്സിൽ വരണം കേട്ടോ. ഞാൻ പറയുകയാണ്, കാരണം BBAക്ക് ഒന്ന് നമുക്കൊരു ചെറിയ മാർക്കും കൊണ്ടുപോയി നമുക്ക് ഈവൻ വി ഗോട്ട് ആൻ അഡ്മിഷൻ കിട്ടിയാൽ പോലും അറ്റ് ദ ടൈം ഓഫ് ഗെറ്റിംഗ് എ ജോബ് അല്ലെങ്കിൽ ഇഫ് യു ആർ അപ്പിയറിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ നമ്മുടെ സ്കോർ നോക്കും. തീർച്ചയായും നമ്മുടെ സ്കോർ മാറ്റേഴ്സ് തന്നെയാണ്. ക്ലിയർ? അപ്പം ഓരോ ഇയറിലും കൃത്യമായിട്ട് തന്നെ നിങ്ങളത് സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു സംഭവം ഈ കോഴ്സ് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉറപ്പാണ്, ഐ എം ഷുവർ ദാറ്റ് യു ഹാവ് ടേക്കൺ ദ കോഴ്സ് ആസ് പെർ യുവർ വിഷ്. നിങ്ങളുടെ വിഷ് അനുസരിച്ച് തന്നെ ആയിരിക്കും. ദാറ്റ് ഇസ് ആരുടെയും കമ്പൽഷനോട് കൂടിയല്ല, ഒന്നും ആയിരിക്കില്ല എടുത്തിട്ടുണ്ടായിരിക്കുക. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ ഈ കോഴ്സിലേക്ക് BBA കോഴ്സിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അറിയാലോ, നമ്മൾ ഡിഗ്രി കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 സെമസ്റ്റേഴ്സ് ആയിട്ടുണ്ടായിരിക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്റേഴ്സ്, സെക്കൻഡ് ഇയറിൽ ദാറ്റ് ഈസ് 2 സെമസ്റ്റേഴ്സ് ആൻഡ് തേർഡ് ഇയറിൽ 2 സെമസ്റ്റർ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഇങ്ങനെ 6 സെമസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും നമ്മുടെ ഡിഗ്രി കോഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ഫിനാൻസ് എന്നുള്ളതാണ് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ കേട്ടോ. ഇനി അതൊരിക്കലും മറക്കാനായിട്ട് പാടില്ല. ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, അറിയാത്തവരുണ്ടാകാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടൊന്നും ആദ്യമൊക്കെ നമുക്ക് അങ്ങനത്തെ ചില കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇനി മറക്കരുത്, BBA ഫിനാൻസ് എന്നുള്ള സ്പെഷ്യലൈസേഷനാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് 5th-ലും 6th-ലെ പഠിക്കാൻ വരുള്ളൂ. മനസ്സിലാക്കി വയ്ക്കുക, 5th-ലും 6th-ലുമാണ് നമുക്ക് പഠിക്കാൻ വരിക. പിന്നെ സം പേപ്പേഴ്സ് വിൽ ബി സിമിലർ ടു ദാറ്റ് ഓഫ് BCom പോലെ തന്നെ ആയിരിക്കും. മേ ബി സിലബസിൽ സംവാട്ട് ചേഞ്ചസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില ഇപ്പോൾ 3rd-ലും 4th-ലൊക്കെ ചില
പേപ്പേഴ്സുകൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട് ഫോർത്തിലൊക്കെ, അല്ലെങ്കിൽ ഏകദേശം ഒരുപോലെയുള്ള പേപ്പേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്, BBAയിൽ വരുന്നത്. പക്ഷേ സിലബസിൽ ദർ വിൽ ബി എ കറക്റ്റ് ഡിഫറൻസ് ക്ലിയർ. ഇപ്പോൾ പുതിയ സിലബസ് റിവിഷനൊക്കെ നിങ്ങളുടെ വന്നു, 2019 തൊട്ട് സിലബസ് റിവിഷൻ നിങ്ങളുടെ വന്നിട്ടുള്ളതാണ്. അതനുസരിച്ച് ദർ ഇസ് എ ക്ലിയർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിലബസ് ഓഫ് BCom ആൻഡ് BBA തമ്മിലുണ്ട്. കാരണം ഇതൊന്നും കൂടി പ്രൊഫഷണൽ കോഴ്സായി കണ്ടു തുടങ്ങുകയാണ് ഈ BBA എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അപ്പോൾ അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിതാണ്. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ പേപ്പർ 5th സെമസ്റ്ററിലും 6th സെമസ്റ്ററിലേ ഉള്ളൂ, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് 4 സ്പെഷ്യലൈസേഷൻ പേപ്പർ, ഞാൻ ആ പേപ്പറിൻ്റെ പേരൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് പിന്നെ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ HOD എന്ത് ചെയ്തിരിക്കും, നിങ്ങൾക്കൊരു ക്ലാസ് തരും. ആഫ്റ്റർ ദറ്റ് ഇതിപ്പോൾ നമ്മുടെ 16th നമ്മൾ ക്ലാസ് അല്ലേ, ഈ ക്ലാസ് പറഞ്ഞാൽ ആഫ്റ്റർ ദിസ് 16th യു വിൽ ഗെറ്റ് എൻ ഓറിയൻറ്റേഷൻ ക്ലാസ് ഫ്രം അവർ HOD മഞ്ജു മിസ്സിൽ നിന്ന് നമുക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് കിട്ടും. ആൻഡ് യു ഹാവ് ഓൾറെഡി ഹേർഡ് ദി ക്ലാസ് ഓഫ് ഡയറക്ടർ, നമ്മുടെ അച്ഛൻ്റെ ക്ലാസ്സും പ്രിൻസിപ്പൽ ജോസാറിൻ്റെ ക്ലാസ്സും കേട്ട് കാണും. അവരും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിച്ച് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാനേജ്മെൻ്റ് ആണ് പഠിക്കാൻ എടുത്തിട്ടുള്ളത്. ടു മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എല്ലാം കൃത്യമായിട്ട് പോകും. ആ പറയുന്നൊരു മാനേജ്മെൻറ്റ് ഐ എക്സ്പെക്റ്റ് ഫ്രം യു. നമുക്കൊരു നല്ല റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കുട്ടികളാണ്, എത്ര ആയാലും സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ് അല്ലേ. പിന്നെ നിങ്ങളെല്ലാം ദാറ്റ് ഈസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ക്ലാസ് ട്യൂട്ടറും അങ്ങനെ ഉണ്ട്. അപ്പോൾ നല്ലൊരു കഴിയുമെങ്കിൽ നല്ലൊരു കോർഡിയൽ റിലേഷൻ, കഴിയുമെങ്കിലല്ല തീർച്ചയായും ക്ലാസ് ട്യൂട്ടറുമായിട്ടും എല്ലാ ടീച്ചേഴ്സുമായിട്ടും യു ഹാവ് ടു മെയിൻറ്റെയിൻ എ കോർഡിയൽ റിലേഷൻ, ഒരു നല്ല റിലേഷൻ വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെയൊക്കെ നമ്മളിപ്പോൾ 2015 പോലും നമ്മൾ അത്ര വർഷമായിട്ടില്ല, 5 കൊല്ലമാണെങ്കിൽ പോലും ആ 2015 തന്നെ പാസ് ഔട്ടായി പോയി കുട്ടികൾക്ക് ഇപ്പോഴും നമ്മളെ വന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിയോണ്ട് വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അങ്ങനെ, അപ്പോൾ കണ്ടോ ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ എന്ത് കാര്യത്തിലും ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്, മാനേജ്മെൻറ്റിലെ ഏറ്റവും ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡിസിപ്ലിൻ. കഴിയുന്നത്ര നല്ല ഭംഗിയായി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആബമിസിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ അങ്ങനെ ചെയ്തു, ആബമിസിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ ചെയ്തു, നെവർ അങ്ങനെ ഒരു ഇതും കേൾക്കരുത്. പോസിറ്റീവായി കേട്ടോട്ടെ കേട്ടോ, ഒരു പ്രോബ്ലം എനിക്കില്ല. നെഗറ്റീവായിട്ട് ഒന്നും കേൾക്കാൻ ഇടവരില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം നിങ്ങൾ നല്ല കുട്ടികളാണ്. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ടിട്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ബാഡ് രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ദയവ് ചെയ്ത് കടന്നു പോകാതെ ഇരിക്കുക. നല്ല നല്ല കാര്യങ്ങൾ അതെന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഗൈഡൻസ് എടുത്തോ. ദാറ്റ് ഈസ് ആരോട് വേണമെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ, ആരോട് വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ആളുകളോട് ഗൈഡൻസ് എടുത്തിട്ട് കഴിയുന്നതൊക്കെ ചെയ്ത് നല്ലൊരു ഡിസിപ്ലിനോടുകൂടി നല്ലൊരു ഇൻറ്റഗ്രിറ്റിയോടുകൂടി എന്ത് കാര്യങ്ങൾക്കും ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല കുട്ടികളാകണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെയാണ് ഞാൻ ഇന്നേ ക്ലാസ് ട്യൂട്ടേഴ്സ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൊന്നും ദൈവം സഹായിച്ച് നല്ല കുട്ടികൾ തന്നെയാണ് ആവാറ്. നിങ്ങളങ്ങനെ തന്നെയാണ് ഉറപ്പാക്കുന്നു ഞാൻ. അങ്ങനെ അതിൽ നമുക്കൊരു കോംപ്രമൈസ് നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. ഡിസിപ്ലിൻ്റെ കാര്യത്തിലും നമുക്കൊരു കോംപ്രമൈസ് നമ്മൾ ആ കാര്യങ്ങളിലില്ല. ദാറ്റ് യു ഹാവ് ടു ബി ഒബീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തല്ലി പഠിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പോകണില്ലല്ലോ നിങ്ങൾ ഡിഗ്രി കുട്ടികളെ. പക്ഷേ എന്ത് കാര്യങ്ങളും നമ്മൾ ചോദിച്ചും അതിൽ പങ്കെടുത്തും പോസിറ്റീവ്ലി തിങ്ക് ചെയ്തുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഫെസിലിറ്റീസിലും അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ല മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടികളാവണം. എനിക്ക് ഏറ്റവും വലുത് നിങ്ങൾ മാർക്ക് വാങ്ങി പാസ്സാവാന്നുള്ളത് വലിയ കാര്യമാണെങ്കിൽ പോലും ഒപ്പം നിങ്ങളുടെ ദാറ്റ് ഈസ് എന്താണ് ക്യാരക്ടർ ഫോർമേഷൻ. ദാറ്റ്സ് എ ബിഗ് തിങ് അല്ലേ. നിങ്ങൾ ഡിഗ്രി വെറുതെ 3 കൊല്ലം കൊണ്ട് ഐ എം എ ഡിഗ്രി ഹോൾഡർ എന്നുള്ളതല്ല. പക്ഷെ ഒപ്പം തന്നെ എന്ത് വേണം, ഐ എം എ ഡിഗ്രി ഹോൾഡർ, അതിൻ്റെ കൂടെ ദാറ്റ് ഈസ് സെൻറ്റ് ജോസഫ്സ് ഫാമിലി ദാറ്റ് ഈസ് ഹാസ് ഗിവൺ സം വാല്യൂസ് ടു മൈ ലൈഫ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഐ എം എക്സ്പെക്ടിങ് എ ഗുഡ് ബിഹേവിയർ ഫ്രം യുവർ പാർട്ട്. ഓക്കെ അല്ലേ? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ നല്ലൊരു, അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കും. നിങ്ങൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റഡ് ആണ് അല്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അതുവഴിയായിരിക്കും നമ്മൾ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോൺവെക്കേഷൻ പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ എത്രയാണോ 30 സീറ്റ്സ് എന്നാണ് ദാറ്റ് നൗ ഐ നോ, സീറ്റ് കൂട്ടിയേക്കാം എനിവേ ഉണ്ടെങ്കിൽ എത്രയോ പേരാണോ അത്രയും പേര് നിന്നുകൊണ്ട് എനിക്ക് ഫോട്ടോ വരണം കോൺവെക്കേഷൻ പ്രോഗ്രാമിന്. ഒരാൾ പോലും അതിലില്ലാതെ ആവരുത്. അതാണ്. അപ്പോൾ അരിയേഴ്സുകളൊന്നുമില്ലാതെ, ബാക്ക് പേപ്പേഴ്സുകളൊന്നുമില്ല, അതായത് ഒരു പേപ്പറിലും പരാജയപ്പെടാതെ ഇപ്പോൾ തന്നെ ആ ഡിറ്റർമിനേഷൻ എടുക്കുക. ഇല്ല, ഞാൻ കൃത്യമായി തന്നെ പഠിച്ചു പോകും എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ എന്ത് ചെയ്യാം, ദാറ്റ് യു ഹാവ് ടു വാച്ച് ദിസ് ക്ലാസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ്
അതർ ക്ലാസ്സസ്, മറ്റുള്ള ക്ലാസ്സുകളും അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടുപോകുക എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് 5 പേപ്പേഴ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് അതിൽ 3 നമുക്ക് സബ്ജക്റ്റ് പേപ്പേഴ്സ് 2 പഠിക്കാനുള്ളൂ. മനസ്സിലാക്കി വയ്ക്കുക, സബ്ജക്റ്റ് പേപ്പേഴ്സ് 2 നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ 2 ഇംഗ്ലീഷ് പേപ്പേഴ്സും 1 സെക്കൻഡ് ലാംഗ്വേജ് ദാറ്റ് യു ഹാവ് ഓൾറെഡി ഓപ്റ്റഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് രഞ്ജിത്ത് സാറോ ബീന മിസ്സോ ആണെങ്കിലും എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് A01 എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് പേപ്പറും പഠിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ സ്ലൈഡ് നിങ്ങൾക്ക് കാണിക്കേണ്ടത് അല്ലോ. അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് പേര് പറഞ്ഞു പോയാലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് പേര് എഴുതി ഒരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആരാണ് അത് എടുക്കണേ എന്നുള്ളതും ഞാൻ അവിടെ എഴുതുന്നുണ്ട് കേട്ടോ. അല്ലാതെ പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് ആണ്. അപ്പം A01 ഇംഗ്ലീഷ് ഒരു പേപ്പറുണ്ട്, A02 ഇംഗ്ലീഷ് ഒരു പേപ്പറുണ്ട്, പിന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പേപ്പറാണ്. പിന്നെ ദാറ്റ് ഈസ് ഈ കൊല്ലം, അതായത് ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 സബ്ജക്റ്റ് പേപ്പേഴ്സാണ്. അതിൽ ഫസ്റ്റ് സബ്ജക്റ്റ് പേപ്പർ എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞൊരു പേപ്പർ ദാറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ മീ. അപ്പോൾ ഞാനാണത് ഹാൻഡിൽ ചെയ്യുന്നത്. അത് കോർ പേപ്പർ എന്നാണ് നമ്മളതിനെ പറയുക. മനസ്സിലാക്കി വയ്ക്കുക. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, കോർ പേപ്പർ എന്നാണ് പറയുക. പിന്നെ ഒരു കോംപ്ലിമെൻ്ററി പേപ്പറാണുള്ളത്, മാനേജറൽ എക്കണോമിക്സും. അപ്പോൾ അത് ഞാൻ ആരാണ് എന്നുള്ളത് സ്ലൈഡിൽ ഞാനത് എഴുതി കാണിക്കേണ്ടത് കേട്ടോ. ചിലപ്പോൾ 1-2 പേരോ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അത് എടുക്കുന്നുണ്ടായിരിക്കും. ഈ കറക്റ്റ് വിവരം ഐ വിൽ ഷോ ഇൻ യുവർ സ്ലൈഡ്. ക്ലാസ് കേൾക്കുമ്പോൾ സ്ലൈഡിൽ നിങ്ങളത് കാണും. ഓക്കെ. അപ്പോൾ മറ്റ് ദാറ്റ് ഇസ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഈസ് ടേക്കൺ ഫുൾ പേപ്പർ ഐ ആം ഹാൻഡ്ലിങ്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നമുക്കിതിനകത്ത് പറയാനുള്ളത് ദാറ്റ് ഈസ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. മാർക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ 2ആയിട്ടാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, എക്സ്റ്റേണലും ഇൻറ്റേർണലും. അതിൽ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ദാറ്റ് റിട്ടൺ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം എഴുതില്ലേ നമ്മൾ, ആ സംഭവമാണ് നമ്മുടെ എക്സ്റ്റേണൽ മാർക്ക് എന്ന് പറയുന്നത്. അത് 80 മാർക്സിനായിരിക്കും. മനസ്സിലാക്കി വയ്ക്കുക. ദാറ്റ് ഈസ് ടോട്ടൽ വിൽ ബി 80. 20 മാർക്ക് ഇൻറ്റേർണലുള്ളതാണ്. ദാറ്റ് യു ക്യാൻ ഗെയിൻ ബൈ ദാറ്റ് യു ഹാവ് ടു ഗെയിൻ ഇറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ അച്ചീവ് ചെയ്തെടുക്കേണ്ട മാർക്കാണ് ഈ 20 മാർക്സ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ 80 + 20 100 അതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇനി ഇൻറ്റേർണലിലെ ഈ 20 മാർക്കിനെ തന്നെ നമുക്ക് 4ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. 4ആക്കി തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് എന്ന് പറയണമെങ്കിൽ ഓരോ 4 ക്രൈറ്റീരിയസ് ആണ് ഈ 20 മാർക്ക് നിങ്ങൾക്ക് ഇട്ട് തരാനായിട്ട് ദാറ്റ് ഈസ് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അറ്റൻഡൻസിന് നിങ്ങൾക്ക് മാർക്കുണ്ട്, 4 മാർക്സ് അറ്റൻഡൻസിനാണ്. അതിൻ്റെ മറ്റുള്ള ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വഴി ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് വരും, അതിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ദാറ്റ് ഈസ് നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ, ഇൻറ്റേർണൽ എക്സാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. അതിന് നിങ്ങൾക്ക് 8 മാർക്സ് ആണ്. മനസ്സിലാക്കിക്കുക. അപ്പോൾ അതിനാണ് മെയിൻ സ്കോർ. 8 മാർക്ക് നിങ്ങൾക്ക് അവിടുന്ന് ദാറ്റ് ഈസ് ചെയ്താൽ നല്ല സ്കോർ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് 4 മാർക്സ് അത് അസൈൻമെൻറ്റ്. അപ്പോൾ ഹൗ ടു പ്രിപ്പയർ എൻ അസൈൻമെൻറ്റ് ആൻഡ് സെമിനാർ ഞാൻ തന്നെയായിരിക്കും ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് 4 മാർക്സ് നിങ്ങൾക്ക് ആരോടും ചോദിക്കാതെ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്ന മാർക്കാണ്. പിന്നെ സെമിനാർ പ്ലസ് സെമിനാർ ഉണ്ട്. അസൈൻമെൻറ്റ് ഓർ സെമിനാർ അല്ല, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ആൻഡ് സെമിനാറാണ്, രണ്ടും വേണം. അപ്പോൾ സെമിനാർ എങ്ങനെയാണെന്നുള്ളതും ദർ വിൽ ബി എൻ ഓറിയൻറ്റേഷൻ ക്ലാസ് ഫോർ യു. നിങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനും 4 മാർക്സ്. അപ്പോൾ 4 + 8 + 4 + 4 അങ്ങനെയാണ് 20ലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതല്ലേ നോക്കിയേ, ഇതിലൊന്നും ഞങ്ങൾ ചെയ്തില്ല. നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡൻസ് പറയണം, കൃത്യമായിട്ട് പരീക്ഷ നന്നായി എഴുതണം, അസൈൻമെൻറ്റ് കൃത്യമായിട്ട് വെക്കണം. യു ഹാവ് ടു പ്രിപ്പയർ എ സെമിനാർ ഇൻ ദ ബെസ്റ്റ് മാനർ. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ 20 മാർക്സ്. നിങ്ങൾ എവിടെയും പിടിച്ചു വയ്ക്കില്ല. ദാറ്റ് ഈസ് ഫ്രീ ആയിട്ടെന്നല്ല, വളരെ ലിബറലായിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തരും. അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കുറച്ച് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലേക്ക് വരാം. അപ്പോൾ കറൻ്റ്ലി ദാറ്റ് വി ആർ ആസ് യു നോ ദാറ്റ് വി ആർ ഗിവിങ് ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത് അല്ലേ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ദിസ് ക്ലാസ് വിൽ ബി ദാറ്റ് ഈസ് ടെലികാസ്റ്റ് ഓൺ 16th. ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്നത് 16th September 2020 കേൾക്കുന്നുണ്ടായിരിക്കാം. അതായത് ഇന്ന് തൊട്ട് ദാറ്റ് ഈസ് ടുഡേ ഓൺവേർഡ്സ്, അതായത് 16th ദാറ്റ് ഈസ് ഫ്രം 16th ഓൺവേർഡ്സ് യു ഹാവ് ടു അറ്റൻഡ് ദ റെഗുലർ ക്ലാസ്. ഓക്കെ, റെഗുലറായിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അത് ഇനീഷ്യൽ സ്റ്റേജിൽ വി ആർ പ്ലാനിങ് ടു ഗിവ് യു എ 1 hour ക്ലാസ് കേട്ടോ. ആദ്യം തന്നെ ഇനീഷ്യലായിട്ട് 1 മണിക്കൂർ ക്ലാസ്സാണ് തരുന്നത്. ദാറ്റ് ഈസ് 10 to 11 വരെ നിങ്ങൾക്ക് ഒരു ക്ലാസ്, നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ്. ആ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യം നമ്മൾ 1 മണിക്കൂറാണ്. മേ ബി ദ ടൈം ബീയിങ് ദ അവേഴ്സ് മേ ബി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇനി വരുന്ന എല്ലാ ക്ലാസ്സിലും യു ഹാവ് ടു മാർക്ക് യുവർ അറ്റൻഡൻസ്. മനസ്സിലാക്കി വെക്കുക. യു ഹാവ് ടു മാർക്ക് യുവർ അറ്റൻഡൻസ്. മാർക്ക് ചെയ്തിരിക്കണം, കൃത്യമാണ്. ദാറ്റ് ഈസ് 10 AM ഉള്ളിൽ തന്നെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കിട്ടാവുന്നൊരു ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് 10-5.
10:05 ഉള്ളിൽ 10 to 10:05 ഉള്ളിൽ ദാറ്റ് യു ഹാവ് ടു മാർക്ക് യുവർ അറ്റൻഡൻസ്. കമ്പൽസറിയാണ്. ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ മാർക്കിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫ്രം ദിസ് അറ്റൻഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അറ്റൻഡൻസ് എന്നുള്ളത് 4 മാർക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് നോക്കിയിട്ടാണ്. അപ്പോൾ അതിന് ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ഗ്രേസ് പീരീഡ് എന്ന്, അതായത് 10:05 അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോകേണ്ട. ഇനി ഹൗ ടു മാർക്ക് യുവർ അറ്റൻഡൻസ് അല്ലേ? വാട്സപ്പ് ഗ്രൂപ്പിലാണ് നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് നിങ്ങളുടെ SSLC ബുക്കിലുള്ള പേര് എന്താണോ അത് അതുപോലെ ടൈപ്പ് ചെയ്ത് ഒരു തംസ് അപ്പിൻ്റെ സൈൻ. ക്ലിയർ? അതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറോ റോൾ നമ്പേഴ്സോ ഒന്നും നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ SSLC ആസ് പെർ ദ നെയിം ആസ് പെർ യുവർ SSLC ബുക്ക് ആൻഡ് എ തംസ് അപ്പ് സിമ്പിൾ. ഇതിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അറ്റൻഡൻസ് എല്ലാ ദിവസവും കേട്ടോ, ഈ 16th തൊട്ട് അവിടെ നിങ്ങളുടെ എന്നും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് ആസ് എ ക്ലാസ് ട്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് ഐ വിൽ റെക്കോർഡ് ഇറ്റ്. ഞാനത് കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. നേരം വൈകുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഞാൻ പറയാം, നമ്മളൊരു അമിക്കബിൾ ടേംസിലാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ അതിൻ്റെ പിന്നെ നമ്മളിനി ഈ നിങ്ങളുടെ ഈ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ 2 സെഷനായിട്ടാണ് നമ്മൾ തരാൻ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ആണ്. മനസ്സിലാക്കിക്കോ, എല്ലാ ടീച്ചേഴ്സും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്കൊരു ഓറിയൻറ്റേഷൻ നല്ലൊരു ട്രെയിനിങ് ആണ്. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ട്രെയിനിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. മനസ്സിലാക്കി വയ്ക്കുക. ദാറ്റ് ഈസ് കൃത്യമായിട്ട് 17th തൊട്ടുള്ള നടക്കും. ഇനി മെയിനായിട്ട് നിങ്ങളവിടെ ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ 16th ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് 17th ദർ വിൽ ബി എ ഗൂഗിൾ മീറ്റ്. നമ്മൾക്കൊരു ഗൂഗിൾ മീറ്റ് നടത്താം. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ആ ഗ്രൂപ്പിൽ നമുക്ക് ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് സമയമൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. 17th സെപ്റ്റംബറിന് ദർ വിൽ ബി എ ഗൂഗിൾ മീറ്റ് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരും മീറ്റിന്. ദാറ്റ് ഈസ് നമ്മൾ ആ മീറ്റിന് കൊടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് യുവർ ക്യാമ്പസ് ലൈഫ്. ദാറ്റ് ഈസ് വാട്ട് ആർ യു എക്സ്പെക്ടിങ് ഓഫ് ഫ്രം എ ക്യാമ്പസ് ലൈഫ്. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അതിൽ വലിയ ചോദ്യം ഉത്തരം മാർക്കൊന്നുമില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഒന്ന് തുറന്ന് പറയാനുള്ളൊരു വേദി. മനസ്സിലാകും, ഒരു സ്റ്റേജ് ദാറ്റ് യു ക്യാൻ ഓപ്പൺ അപ്പ്. നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്ത് പറയാനുള്ളൊരു സ്റ്റേജ്. കാരണം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നില്ലല്ലോ. നമുക്ക് ടീച്ചറോട് ഫ്രീ ആയിട്ട്, എന്നോട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ക്യാമ്പസ് ലൈഫിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് തീർച്ചയായും. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളും കമ്പൽസറി ആയിട്ട് തന്നെ പങ്കെടുക്കണം. ദാറ്റ് ലിങ്ക് വിൽ ബി സെൻറ്റ്. ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് സെഷനിൽ നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് സെഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രിഡ്ജ് കോഴ്സാണ്. ബ്രിഡ്ജ് കോഴ്സ് ഒരു അഡീഷണൽ കോഴ്സ് നിങ്ങൾക്ക് തരിക. ബ്രിഡ്ജ് കോഴ്സിൽ ദാറ്റ് ഈസ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് തരുന്നത്. എന്താണ് അക്കൗണ്ടിങ്ങിന് ചില ബേസിസ് ഒക്കെ ഈവൻ യു ഹാവ് സ്റ്റഡി നിയർ +2 പഠിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കാലമായില്ലേ, കുറച്ചൊക്കെ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും, തറോ ആവാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിസ്, അപ്പോൾ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഒരു ബ്രിഡ്ജ് കോഴ്സ് തരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ രഞ്ജി സി ജോസഫ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കോർഡിനേറ്ററാണ്, എ വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചറാണ്. ടീച്ചറാണ്, സാറാണ്, രഞ്ജി സാറായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുക. ഒപ്പം നമ്മുടെ പ്രിൻസിപ്പൽ സാർ, ഞാൻ പറഞ്ഞിരുന്നു സാറ് അലോഷ്യസ് കോളേജിൽ നിന്ന് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. സാറിൻ്റെ ടൈം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് സാറിൻ്റെയും ചില ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം സാറ് ഒരുപാട് തിരക്കുകൾ ആസ് എ പ്രിൻസിപ്പൽ എന്നുള്ള സാറിനുണ്ടായിരിക്കും. പക്ഷേ സാറ് അതുമായിട്ട് സഹകരിക്കും എന്ന് തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലാസ് ട്യൂട്ടർ നിങ്ങളെ എന്നെ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. 3 കൊല്ലത്തേക്ക് നമുക്കൊരു വളരെ കോപ്പറേഷനോടുകൂടി, ഒരു കോർഡിനേഷനോടുകൂടി അമിക്കബിൾ ടേംസിൽ അല്ലേ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, ഇഫ് യു ഹാവ് എനി പ്രോബ്ലംസ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ. ആദ്യം അത് ആരോട് പറയണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രോട്ടോക്കോളാണത്. അത് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അത് അറിയുന്നുണ്ടായിരിക്കില്ല. നമ്മുടെ കോളേജിലൊരു പ്രോട്ടോക്കോൾ എങ്ങനെയാണ്, ഇഫ് യു ഹാവ് എനി പ്രോബ്ലം റിഗാർഡിങ് യുവർ പേഴ്സണൽ ആയിക്കോട്ടെ, റിഗാർഡിങ് യുവർ ദാറ്റ് ഈസ് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഫസ്റ്റ് യു ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് യുവർ ക്ലാസ് ട്യൂട്ടർ. നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ, അതായത് ഇപ്പോൾ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടർ അല്ലേ, ഞാനാണ് ക്ലാസ് ട്യൂട്ടറെങ്കിൽ ഇഫ് യു ഹാവ് എനി പ്രോബ്ലം പ്ലീസ് ഷെയർ വിത്ത് മീ. ഞാനുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എന്നിട്ട് ഇനി എന്നെക്കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഐ വിൽ ഷെയർ ദിസ് പ്രോബ്ലം. അത് നിങ്ങളുടെ പ്രൈവസി ഒക്കെ ഉണ്ടെങ്കിൽ പ്രൈവസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്ത് മാറ്റേഴ്സ് ആയാലും ശരി ഞാനത് എവിടേക്ക് കൊടുക്കും, ഞാനത് HODയുടെ അടുത്ത് പറയും.
ഓക്കെ. HOD കൊണ്ടും അത് സാധിച്ചില്ല എങ്കിൽ ദാറ്റ് ഇസ് ദ പ്രോട്ടോകോൾ ഞാൻ പറയുന്നത്. കോർഡിനേറ്റർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, സാറിനോട് പറയും. കോർഡിനേറ്റർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടും ആ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോകാം, നമുക്ക് ആ പ്രശ്നം പരിഹരിച്ച് കിട്ടും. ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ പരിഹരിച്ച് നമുക്ക് കിട്ടാറുണ്ട്. എനി പ്രോബ്ലം ഉണ്ട്, അപ്പോൾ നിങ്ങൾ എന്താ മിസ്സിങ്ങനെ പറയണമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ കുറച്ച് വർഷങ്ങളായില്ല ടീച്ചിങ് എക്സ്പീരിയൻസുമായിട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയേണ്ട. ആദ്യം പറയേണ്ടത് മനസ്സിലാക്കി വെക്കുക, ആരോട് തന്നെയാണ്, ദാറ്റ് ഈസ് ടു യുവർ ക്ലാസ് ട്യൂട്ടർ തന്നെയാണ്. ഇനി അത് പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്തും പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ സ്വാഭാവികമായും ഇറ്റ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു അവർ ഡയറക്ടർ. നമ്മുടെ ഫാദറിൻ്റെ കയ്യിലേക്ക് അത് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോട്ടോക്കോൾ, അങ്ങനെയാണ് കേട്ടോ. ദാറ്റ് ഈസ് ക്ലാസ് ട്യൂട്ടർ ടു HOD, HOD ടു കോർഡിനേറ്റർ, കോർഡിനേറ്റർ ടു പ്രിൻസിപ്പൽ, പ്രിൻസിപ്പൽ ടു ഡയറക്ടർ. അല്ല, അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉടനടി കയറി നമ്മൾ പ്രിൻസിപ്പളിനെ ചെന്ന് പറയാമെന്നുള്ളതല്ല. നമ്മൾ ആദ്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനോട് അമ്മോടല്ലേ പറയാം. അപ്പോൾ കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദാറ്റ് യു ക്യാൻ ട്രീറ്റ് മീ ആസ് യുവർ, അല്ലേ, ഒരു ടീച്ചർ എന്ന് പറയണമെങ്കിൽ നമ്മൾ മാതാപിതാവിന് തുല്യമെന്ന് തന്നെയാണ് നമ്മൾ പറയാം. അപ്പോൾ അതങ്ങനെ പറയാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ എന്താണ്, അപ്പോൾ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ദാറ്റ് ഈസ് ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് സർവീസിനോട് പ്രാർത്ഥിക്കാമല്ലേ, നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയർ ഇങ്ങനെയൊക്കെ ആയി പോയെങ്കിലും ഒക്കെ അതൊക്കെ ശരിയാവും. നിങ്ങൾ ഫൈനൽ ഇയർ ഒക്കെ ആയി പോകുമ്പോഴേക്കും നല്ല ഡിഗ്രി ഹോൾഡേഴ്സായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് നെക്സ്റ്റ് ഐ ലൈക്ക് ടു താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ ക്ലാസ്. കേട്ടോ, എൻ്റെ ക്ലാസ് ഇത്രയും നേരം ഇരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കണ്ടേ. നമുക്ക് കുറച്ചൊക്കെ ബോറിംഗ് ആണ്, അല്ലെ, ആർക്കായാലും ശരിയാണ്. പക്ഷെ അപ്പോൾ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് വളരെയധികം ദാറ്റ് ഈസ് നന്ദിയുണ്ട്. ഒപ്പം തന്നെ ദാറ്റ് ഈസ് ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്ന് ദാറ്റ് ഈസ് അത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള സാധിപ്പിച്ചു തന്ന നമ്മുടെ പ്രിൻസിപ്പൽ സാറിനോട്, ജോ സാറിനോടും നമ്മുടെ ഫാദറിനോടും അച്ഛനോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.